ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നൊരു കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നൊരു റെസിപ്പി ഉണ്ടാക്കാൻ പോവാണ്. നമ്മുടെ ലാലേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ, ബനാന ഡെസേർട്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഞാനിങ്ങനെ ഫോൺ എടുത്തു കഴിഞ്ഞാൽ ഇത് മാത്രമേ കാണാനുള്ളൂ. എല്ലാവരും ഇത് ട്രൈ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ട്രൈ ചെയ്യണമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്ന് നമ്മുടെ ലാലേട്ടൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ബനാന ഡെസേർട്ട് ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇത് ബനാന ഡെസേർട്ട് ഉണ്ടാക്കാനുള്ള ഏത്തക്കയൊക്കെ ഞാൻ നല്ല സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. വലിയ കട്ടിയൊന്നും ഇല്ലാതെ നല്ലോണം കട്ടി കുറച്ചാണ് സ്ലൈസ് ചെയ്തിരിക്കുന്നത്. ആവശ്യത്തിന് തേങ്ങയൊക്കെ ചിരണ്ടി വെച്ചിരിക്കുകയാണ് കേട്ടോ. അതുപോലെ കുറച്ച് ശർക്കര ചീകി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഞാൻ വേണ്ട സാധനങ്ങളെല്ലാം റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ മൺചട്ടി ഇതാ നല്ല ചൂടായിട്ടിരിക്കുകയാണ്. ഞാൻ അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ ബട്ടറൊക്കെ നല്ലവണ്ണം ഉരുകി വരുന്നുണ്ട്. ഞാനിവിടെ ബട്ടർ, ഏത്തയ്ക്ക, കുറച്ച് തേങ്ങയും ശർക്കരയും ഒക്കെയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പം ഞാൻ ഇതിനാവശ്യമായിട്ട് ഇത്രയും സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ഐസ്ക്രീമും തേനും ഉണ്ട് കേട്ടോ. അത് പക്ഷേ ലാലേട്ടൻ അങ്ങനെയല്ല, ലാലേട്ടൻ ഒരൈറ്റവും കൂടെ ചേർത്തിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, റമ്മാണ് കേട്ടോ. പക്ഷെ നമ്മളിവിടെ റമ്മ് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതേണ്ട നല്ലവണ്ണം ചൂടായി വന്നിട്ടുണ്ട് ബട്ടർ. അപ്പം ഞാൻ അതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഏത്തയ്ക്ക ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. അങ്ങനെ ഈ ചൂട് ബട്ടർ കിടന്ന് നല്ലവണ്ണം ഏത്തയ്ക്ക നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുറേ നേരം ഇളക്കി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ലവണ്ണം തന്നെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരുപാട് നേരമൊന്നും വേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. എന്തായാലും കുറച്ച് നേരം നമ്മളൊന്ന് ശകല നേരം ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുത്താൽ മതി. ഇപ്പം തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഈ പഴുത്ത ഏത്തയ്ക്ക ഈ ബട്ടറിലിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇപ്പം തന്നെ ഇതിൻ്റെ കളറൊക്കെ ചേഞ്ച് ആയിട്ടുണ്ട്. അങ്ങനെ നല്ലവണ്ണം കളറൊക്കെ ചേഞ്ച് ആയി കഴിയുമ്പോൾ തന്നെ ഇനി നമ്മളിതിലേക്ക് ശർക്കരയും തേങ്ങയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. അപ്പം ഞാനിതിലേക്ക് ആദ്യം തേങ്ങയൊക്കെ ചിരവിതിട്ട് കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് ഫ്രൈ ചെയ്യും. എനിക്കൊരു മിസ്റ്റേക്ക് പറ്റിയതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിൽ നമ്മൾ ശർക്കരയായിരുന്നു കേട്ടോ ഇടേണ്ടത്. അതൊന്ന് ചൂടായി ഒന്ന് ലയിച്ചൊക്കെ വന്നു കഴിഞ്ഞിട്ട് വേണമായിരുന്നു തേങ്ങ ഇടാൻ. പക്ഷേ ഞാൻ ആദ്യം തേങ്ങ ഇട്ടുപോയി. പക്ഷേ കുഴപ്പമില്ല കേട്ടോ, എന്ത് ചെയ്താലും ടേസ്റ്റിനൊന്നും ഒരു വ്യത്യാസമില്ല. എല്ലാം ഒന്നിച്ച് തന്നെയാണല്ലോ ചൂടായി വരുന്നത്. തേങ്ങയും ശർക്കരയൊക്കെ ആദ്യം ഇട്ടാലും രണ്ടാമത് ഇട്ടാലും ഈ ബട്ടറിനകത്തും ഈ ഏത്തയ്ക്കയിലും കിടന്ന് നല്ലവണ്ണം ചൂടാവുന്നുണ്ടല്ലോ. അങ്ങനെ നല്ലവണ്ണം തേങ്ങയൊക്കെ ചൂടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ചീകി വെച്ചിരിക്കുന്ന കുറച്ച് ശർക്കരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ശർക്കരയും തേങ്ങയും എല്ലാം നല്ലവണ്ണം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതേ നല്ല ഫ്രൈ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഒരു സ്പൂൺ തേനും കൂടി ഒഴിച്ചു കൊടുത്ത് ഒന്നും കൂടി നന്നായിട്ട് ഇളക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഒന്നുകൂടി മിക്സ് ചെയ്ത് നല്ലവണ്ണം ചൂടോടെ തന്നെ ഞാനിതേ പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ അതിൻ്റെ ഒരു ഭംഗിയും അതെല്ലാം കൂടെ ഒന്ന് മിക്സായി ചൂടായിട്ടിരിക്കുന്ന ആ ഒരു പരുവും. ഇനി ആ ചൂടായിട്ടിരിക്കുന്ന ഈ ഡെസേർട്ടിലോട്ട് ഞാനിതേ ഐസ്ക്രീമോട് ചേർക്കുകയാണ് കേട്ടോ. നല്ലവണ്ണം ഐസ്ക്രീമോട് ചേർത്തിട്ട് ഐസ്ക്രീം ഞാൻ കുറച്ച് നേരത്തെ വെളിയിലെടുത്ത് വെച്ചുകൊണ്ട് ശകലം ഒന്ന് അലുത്ത് പോയിട്ടുണ്ട്. അങ്ങനെ ഐസ്ക്രീം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് തേനും കൂടി ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് തേനും കൂടെ ഒക്കെ ഒഴിച്ചൊന്ന് ഡെക്കറേഷൻ ചെയ്തിട്ട് അങ്ങനെ നമ്മുടെ ബനാന ഡെസേർട്ട് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പം നമുക്കത് എങ്ങനെ ഉണ്ടെന്നൊന്ന് കഴിച്ച് നോക്കിയിട്ട് അഭിപ്രായം പറയാം കേട്ടോ. ഫ്രണ്ട്സ്, അപ്പോൾ ഇത് നമ്മുടെ ബനാന ഡെസേർട്ട് റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഒരു രക്ഷയില്ല കേട്ടോ, പൊളി സാധനം, സൂപ്പർ ആയിട്ടുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ ഫേവറേറ്റ് ബനാന ഡെസേർട്ട് ഇതേ അപ്പോസിനൊന്നും ഒരു രക്ഷയില്ലായിരിക്കുവാണ്. അമ്മ തരാം. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാം, സൂപ്പർ ഡെസേർട്ടാണ് കേട്ടോ ബനാന ഡെസേർട്ട്. അപ്പം നമ്മുടെ ലാലേട്ടൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ബനാന ഡെസേർട്ട് ഒരു രക്ഷയില്ല മക്കളെ, സൂപ്പറാണ്. അപ്പോൾ ഒരുപാട് പേര് സോഷ്യൽ മീഡിയയിൽ ഈ റെസിപ്പി ട്രൈ ചെയ്തിട്ടുണ്ട്. അപ്പം ഇത് ട്രൈ ചെയ്യാത്തവർ തീർച്ചയായിട്ടും ഇത് ഉണ്ടാക്കി കഴിക്കണം കേട്ടോ. വളരെ അടിപൊളി സൂപ്പർ ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ ക്ഷമയില്ല, പിള്ളേരെല്ലാം ഇത് മൊത്തത്തോടെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പം എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.